ഡീമൺ സ്ലേയർ. ഈ ഒരു ആനിമയെ കുറിച്ച് കേട്ടെടുത്ത് ആരും തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരിൽ ഉണ്ടാകത്തില്ല. കാരണം വളരെയധികം ട്രെൻഡിങ്ങും വളരെയധികം ഹൈപ്പ് ആയിട്ടുള്ള ആനിമേസിന്റെ കൂട്ടത്തിൽ പെട്ടതാണ് ഡീമൺ സ്ലേയർ. അതിൻ്റെ ഒരു ആനിമേഷൻ സ്റ്റൈൽ കൊണ്ടാണെങ്കിലും അതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ കൊണ്ടായാലും BGM ആയാലും എല്ലാം നമ്മളെ സത്യത്തിൽ പറഞ്ഞ ആനിമേ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആകർഷിച്ചതും അവരെ ആ ഒരു കംപ്ലീറ്റ് ഇമേഴ്സീവ് ഒരു എക്സ്പീരിയൻസോട്ട് കൊണ്ടുവന്ന വെരി ഫ്യൂ ആനിമേസിൽ ഒരെണ്ണമാണ് ഡീമൺ സ്ലേയർ എന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ ഹൈപ്പ്, എന്തുകൊണ്ടാണ് ഈസ് ഇറ്റ് വർത്ത് ഇറ്റ് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു TV Tuesday. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കിമിറ്റ്സു നോ യൈബ അഥവാ ഡീമൺ സ്ലേയർ എന്ന ആനിമയെ കുറിച്ചാണ്. നിങ്ങൾ ആനിമെ ഫാനോ അല്ലെങ്കിൽ പുതിയതായിട്ട് ആനിമെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഈ ഒരു പേര് കേൾക്കാതെ പോകാൻ ഒരു സാധ്യതയില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ അതുപോലെയാണ് ഇതിനെക്കുറിച്ച് തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. വേൾഡ് വൈഡ് ഒരു ഫിനോമിനനായി മാറിയിരിക്കുകയായിരുന്നു ഡീമൺ സ്ലേയർ. ഇതിൻ്റെ സ്റ്റോറിയെ കുറിച്ചോ പ്ലോട്ടിനെ കുറിച്ചോ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇത് ബേസിക്കലി ഒരു ക്ലാസിക് റിവെഞ്ച് ആൻഡ് റിഡംഷൻ സ്ട്രക്ചറാണ് ഇതിൻ്റെ ഒരു കോർ എന്ന് പറയുന്നത്. ഇത് ഈ ഒരു ഫസ്റ്റ് ടൈം അല്ല ഈ ഒരു ആനിമയിൽ കൊണ്ടുവരുന്നത്. പല ആനിമയിലും ഇങ്ങനെ ഒരു സെയിം കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു മെയിൻ പ്രൊട്ടാഗണിസ്റ്റ് ഉണ്ട്, ഒരു വില്ലൻ ഉണ്ട്. ഇതേപോലെ തന്നെ പല കാര്യങ്ങൾ അവരുടെ ഇടയിൽ നടക്കുന്നു, ഇവർ റിവെഞ്ചിന് വേണ്ടി പോകുന്നു. ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് നേരത്തെ പല ആനിമേസിലും ഉണ്ട്. പക്ഷേ വാട്ട് മേക്സ് ഡീമൺ സ്ലേയർ ക്ലിക്ക്? ഡീമൺ സ്ലേയറിന്റെ സ്റ്റോറി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത് കമാഡോ താൻജിറോ എന്ന് പറയുന്ന ഒരു കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ചെറുക്കൻ. അപ്പം അവൻ്റെ കുടുംബത്തിനെ ഒരു ദിവസം പെട്ടെന്ന് ഡീമൻ വരുന്നു, അവരുടെ വീട്ടിൽ എല്ലാവരെയും സ്ലോട്ടർ ചെയ്യുന്നു. അവൻ്റെ സിസ്റ്റർ ആയിട്ടുള്ള നെസുക്കോനെ ഒരു ഡീമൻ ആക്കുന്നു. അപ്പം ബേസിക്കലി ഇവൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു റിവെഞ്ച് എടുക്കുക, അല്ലെങ്കിൽ അവരെ ഫാമിലിയെ അവെഞ്ച് ചെയ്യുക എന്നൊരു കോൺസെപ്റ്റും അതിൻ്റെ കൂട്ടത്തിൽ അവൻ്റെ സഹോദരിയെ ഒരു ഡീമൻ ആയതിൽ നിന്ന് തിരിച്ച് ഹ്യൂമൻ ആക്കാനായിട്ടുള്ള ഒരു ലോങ് ജേർണിയാണ് ഈ എൻറ്റയർ സ്റ്റോറി ലൈൻ കാണിക്കുന്നത്. ബട്ട് വാട്ട് മേക്സ് ഡീമൺ സ്ലേയർ ബ്യൂട്ടിഫുൾ ഈസ് ഇറ്റ്സ് എക്സിക്യൂഷൻ. സ്റ്റോറി ടെല്ലിംഗ് വൈസ് ആണെങ്കിലും ആക്ഷൻ സീക്വൻസസ് അല്ലെങ്കിൽ അതിൻ്റെ ആനിമേഷൻ സ്റ്റൈല് അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ സീക്വൻസ്, ഇതിൻ്റെ എല്ലാം ഒരു മാസ്റ്റർ പീസ് ആണ് സത്യം പറഞ്ഞാൽ ഡീമൺ സ്ലേയർ എന്ന ആനിമേ. ഇതിൻ്റെ കോർ എന്ന് പറയുന്നത് സത്യത്തിൽ ഈ ഒരു ഫൈറ്റ്സോ അല്ലെങ്കിൽ ഡീമൺ സ്ലേയർ സ്ലേ ചെയ്ത് ഇതൊന്നുമല്ല. ഈച്ച് ആൻഡ് എവറി ഫൈറ്റ് ലീവ്സ് ബിഹൈൻഡ് ആൻ ഇമോഷണൽ സ്കാർ. അത് ആ ഒരു ഇമോഷണൽ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗം. ഹൗ ബ്യൂട്ടിഫുള്ളി ദാറ്റ് ഇസ് ഡൺ. ഓവറോൾ ഇതൊരു ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഒരു നല്ല രീതിയിൽ ഒരു പേസിങ്ങിലാണ് പോകുന്നതെങ്കിൽ പല സ്ഥലങ്ങളിൽ നമുക്ക് ആ ഒരു പേസിങ് ഇഷ്യൂസ് തോന്നാം, അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഡ്രാഗ്ഡ് ആയിട്ട് തോന്നും. എസ്പെഷ്യലി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹാഷിറ ആർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഇച്ചിരി പിടിച്ചിരുത്തി ഒരു ഡ്രാഗ്ഡ് ആയൊരു ഫീലിംഗ് ഉണ്ട്. അല്ലെങ്കിൽ എല്ലാം പെട്ടെന്ന് സ്ലോ ആക്കി കുറച്ച് റിലാക്സ് ചെയ്തതിന് ശേഷം ആണ് ആ മുന്നോട്ട് പോകുന്നത്. അപ്പം നമുക്ക് ഇച്ചിരി തോന്നിയേക്കാം ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ തോന്നാം. പക്ഷെ സത്യത്തിൽ മാങ്ക വായിച്ചിട്ടുള്ള ആളുകൾക്കറിയാം ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ വളരെ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട് വന്നു, പിന്നെ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് ദെൻ ഫ്രം ഹിയർ ഓൺ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒന്നിനും സമയമില്ല. എവ്രിതിങ് ഹാപ്പൻസ് ഇൻ എ വെരി ഫ്യൂ സെക്കൻഡ്സ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. വളരെ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട് വളരെയധികം കുറേയധികം കാര്യങ്ങൾ ഒരുമിച്ച് നടക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇനി മുന്നോട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പേസിങ് അതിന് അനിവാര്യമായിട്ട് കഴിയാം. തിങ്ക് ഓഫ് ഇറ്റ് ആസ് എ റോളർ കോസ്റ്റർ. അതായത് നമ്മൾ വളരെയധികം ഹൈപ്പിൽ ഒരു പീക്ക് എത്തുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ഡ്രോപ്പ് ചെയ്യും. അപ്പം നമ്മൾ വിചാരിക്കുക എല്ലാം തീർന്നു എന്ന്. എന്നാൽ അങ്ങനെയല്ല, ഒരൊറ്റ ഒരു എപ്പിസോഡ് മതി അത് തിരിച്ചതിൻ്റെ ഹൈപ്പിലെത്തിക്കാൻ. എസ്പെഷ്യലി മൂസാൻ എപ്പിസോഡ്. ഹാഷിറക്കിനകത്ത് എൻറ്റയർ ഹോൾ സീസൺ തന്നെ അവർ വലിച്ചു നീട്ടി അരച്ചു കൊണ്ടുപോയിട്ട് അവസാനത്തെ രണ്ടേ എപ്പിസോഡ്, അവസാനത്തെ രണ്ടും കൂട്ടണ്ട, അവസാനത്തെ ഒരൊറ്റ എപ്പിസോഡ് മതി ഇറ്റ്സ് വർത്ത് ഇറ്റ് എന്ന് പറയത്തക്ക രീതിയിൽ ചെയ്തു. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദി ക്യാരക്ടേഴ്സ്. നമ്മുടെ മെയിൻ പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ട് വരുന്നത് താൻജിറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൈൻഡ് ഹാർട്ടഡ് ആയിട്ടൊരു പേഴ്സൺ. അതായത് എല്ലാത്തിനും നന്മ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു റീസണിങ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. അതേപോലെ താൻജിറോയുടെ സിസ്റ്റർ ആയിട്ടുള്ള നെസുക്ക ആണെങ്കിൽ അവൻ്റെ ഒരു ഇമോഷണൽ സപ്പോർട്ടാണ്, ഇമോഷണൽ കോർ ആയിട്ടിരിക്കുന്നു. ആ രണ്ട് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഇതിൻ്റെ ഒരു ഇമോഷണൽ സൈഡാണ് സത്യത്തിൽ താൻജിറോ അല്ലെങ്കിൽ നെസുക്കോ എന്ന് പറയുന്ന ക്യാരക്ടേഴ്സ് കാണിക്കുന്നത്. നേരെ മറിച്ച് നമ്മുടെ ഏറ്റവും അടുത്ത രണ്ട് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെനിറ്റ്സു അല്ലെങ്കിൽ ഇനോസ്കി എന്ന് പറയുന്ന രണ്ട് ക്യാരക്ടേഴ്സ് ഇവരുടെ താൻജിറോയുടെ കൂട്ടുകാരായിട്ട് വരുന്നതാണ്. പക്ഷെ അവർ കൊണ്ടുവരുന്ന ഒരു ഡൈനാമിക്സ് ഉണ്ട്. ജെനിറ്റ്സു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ദ സീസൺ അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദ സീരീസ് ഒരു 90% ടൈമിലും ഒരു വളരെ പേടിത്തൊണ്ടനായിട്ടൊരു ക്യാരക്ടറാണ്. പക്ഷേ വെൻ ഹി ഹിറ്റ്സ്
he hits so hard. സെരിയസ്ലി ആ ഒരു ലൈറ്റ്നിങ് ബ്രീത്തിങ് ടെക്നിക് എന്ന് പറയുന്ന സംഭവം കാണിക്കുമ്പോൾ തന്നെ ആ ഒരു ഒറ്റ ഒരു സീൻ മതി, ഇറ്റ്സ് സോ അമേസിങ്. നേരെ മറിച്ച് ഇനോസ്കി എന്ന് പറയുന്ന ക്യാരക്ടർ കംപ്ലീറ്റ്ലി ഒരു വൈൽഡ് ആയിട്ടുള്ള, നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടർ, എന്നാൽ ഒരു സ്ട്രോങ് ഫൗണ്ടേഷണൽ ബിൽഡ് ഉണ്ട്, നല്ലൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ബാക്ക് സ്റ്റോറിയൊക്കെ ഇനി മുന്നോട്ട് പോകുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ആ ഒരു ഡൈനാമിക്സ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാം തരുന്നുണ്ട് അവർ. ഇമോഷണൽ ആയിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട്, സ്ട്രെങ്ത് ഉള്ളതുണ്ട്, ആളുകൾ നന്മ കണ്ടുപിടിക്കുന്ന ഒരു സെക്ഷൻ, പേടി, ഭയം, വൈൽഡ് ആയിട്ടുള്ള നേച്ചർ, എല്ലാം തന്നെ ഇതിന് ക്യാരക്ടേഴ്സ് തന്നിട്ടുണ്ട് നമുക്ക്. ഇനി ഇതിന്റെ വില്ലൻസിനെ കുറിച്ച് പറയേ വേണ്ട, ആബ്സല്യൂട്ട്ലി നെയിൽഡ് ഇറ്റ്. ഓരോ വില്ലനും അതിൻ്റെതായിട്ടുള്ള ഒരു കംപ്ലീറ്റ് ക്യാരക്ടർ ഡെവലപ്മെന്റ് കൊടുത്തിട്ടുള്ള ഒരു ആനിമയാണ് ഡീമൺ സ്ലെയർ എന്ന് പറയുന്നത്. നമുക്ക് ചില സമയങ്ങളിൽ ചില ഡീമൻസിൻ്റെയൊക്കെ നമ്മുടെ ബാക്ക് സ്റ്റോറി കണ്ടു കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും, നമ്മുടെ തന്നെ മനസ്സിൽ നമുക്ക് തോന്നും, ഇതിപ്പം അവരെ ആരാണ് യഥാർത്ഥ ഡീമൺ എന്ന് പറയുന്നത്, അവരെ നമുക്ക് അവരുടെ സാഹചര്യങ്ങളാൽ അവർ ഡീമൺ ആയതാണെന്നോ അല്ലെങ്കിൽ അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ, അതില്ലാതെ. എന്നാൽ വി അണ്ടർസ്റ്റാൻഡ് ദെയർ പെയിൻ. That is how beautifully it is portrayed. Now let's talk about what sets Demon Slayer apart from all other animes എന്ന് പറയുന്നത് its animation style. യൂഫോട്ടബിൾ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനി ഇതിന് വേണ്ടി ചെലവാക്കുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതായത് ഓരോ എപ്പിസോഡും ഓരോ സീനിനും വേണ്ടി അവർ മുടക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെയൊക്കെ ചിന്തകളുടെ അപ്പുറത്തുണ്ടാക്കുന്ന എമൗണ്ടുകളാണ് ചെലവാക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വർത്ത് for every single penny. Obviously ഇതിന്റെ fight sequences are absolutely insane. പക്ഷേ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ ഫൈറ്റ് സീക്വൻസ്. ഇതിൻ്റെ അകത്ത് നമ്മൾ സത്യത്തിൽ ഇറ്റ്സ് ആൻ ആർട്ട്. നമ്മൾ അതിൻ്റെ അകത്ത് ഓരോ ചെറിയ മൊമെന്റ്സ് എടുത്ത് നോക്കിയാലും അതിൻ്റെ അകത്ത് താഞ്ചിറോ ഇപ്പം ഒരു കാടിൻ്റെ അകത്തൂടെ പോകുന്നത്, അല്ലെങ്കിൽ നെസുക്കോ സൺലൈറ്റിനെ അതിജീവിക്കുന്ന ആ ഒരു സീൻ, ഇറ്റ്സ് സോ ഇമോഷണൽ. ബട്ട് അതിൻ്റെ അകത്ത് പോകുന്ന ഓരോ എലമെൻറ്റും ഇറ്റ്സ് സോ ഡീറ്റെയിൽഡ് ദാറ്റ് ഇറ്റ് കൺവേസ് ആ ഒരു എഫേർട്ട് അത് ശരിക്കും കൺവേ ചെയ്യുന്നത് നമുക്ക്. ഇനി ഇമോഷണൽ സീൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇതിൻ്റെ സൗണ്ട് ട്രാക്സ്. ഈ ഒരു ആനിമെ അതിൻ്റെ പീക്കിൽ കൊണ്ടെത്തിച്ചത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് തന്നെയാണ്. ഒരിക്കലും നമുക്ക് ഇതിൻ്റെ ആനിമേറ്റഡ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫിനോമിനൽ. പക്ഷേ ആ ആനിമയെ നമ്മളെ അതിനകത്തേക്ക് ഒരു ഇൻവോൾവ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് ഇഴിഞ്ഞു ചേരുക എന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു അവസ്ഥ കൊണ്ടുവരുന്ന സത്യത്തിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ആണ്. യൂജി കൈജുറ ആൻഡ് ഗോ ഷിന എന്ന് പറയുന്ന രണ്ട് കമ്പോസേഴ്സ് ആണ് ഇതിനകത്ത് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇവരുടെ പേര് പ്രൊണൗൺസ് ചെയ്തൊക്കെ ചിലപ്പോൾ തെറ്റ് വന്നേക്ക് എനിക്കറിയത്തില്ല. പക്ഷേ ഓരോ സീനിനും ആപ്റ്റ് എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, ഓരോ സീനിനും ലൈക്ക് മൈൻഡ് ബ്ലോയിങ് ആയിട്ട് മാറ്റിയത് ഇവരുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള ഒരു സൗണ്ട് ട്രാക്സ് അല്ലെങ്കിൽ ഒരു സംഭവങ്ങളാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട സംഭവമാണ് ഇതിനകത്തെ വോയിസ് ആക്ടേഴ്സ്. ഓരോരുത്തരുടെ പേരൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ദേ ഹാവ് ഡൺ ആൻ ആബ്സല്യൂട്ട്ലി അമേസിങ് ജോബ്. നിങ്ങൾ സബ് ആയിട്ട് കണ്ടാലും ഡബ് വേർഷൻ കണ്ടെന്ന് പറഞ്ഞാലും ഇറ്റ്സ് സോ ഡാം ഗുഡ്. നമ്മളെ ആ ഒരു എൻറ്റയർ ക്യാരക്ടറിൻ്റെ ആ ഒരു സിറ്റുവേഷനുള്ള ഇമോഷൻ കൃത്യമായിട്ട് നമ്മളിൽ കൊണ്ടെത്തിക്കാനായിട്ട് ആ ഒരു വോയിസ് ആക്ടറിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത്, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞപ്പം ഏകദേശം എല്ലാവർക്കും മനസ്സിലായി ഡീമൺ സ്ലെയർ എന്ന് പറയുന്ന ആനിമെ എന്താണ്, അതിൻ്റെ ക്വാളിറ്റി എന്താണ് എന്നല്ല. പക്ഷേ വാട്ട് മേക്സ് ഇറ്റ് ഡിഫറെൻറ്റ്, എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഹൈപ്പ് എന്ന് ചിന്തിച്ചാൽ, ഡീമൺ സ്ലെയർ സത്യത്തിൽ ഒരു ആനിമെ എന്ന് പറഞ്ഞാൽ പോരാ, ഇറ്റ് ഈസ് എ ഫിനോമിനൻ. അതായത് ആനിമെ എന്ന് പറയുന്നതിനെ ഒരു കാർട്ടൂണായിട്ടും അല്ലെങ്കിൽ കുട്ടികളുടെ സാധനമായിട്ടും ഒക്കെ ചിത്രീകരിച്ചുകൊണ്ടിരുന്ന ലോകത്തിൻ്റെ മുന്നിലേക്ക് എടുത്തു വെച്ച് കൊടുത്തിട്ട് ഇത് കണ്ടു നോക്കുക, ദിസ് ഈസ് ആൻ ആർട്ട്, ഇതൊരു കഥയാണ്, ദിസ് ഈസ് എ വേ ഓഫ് സ്റ്റോറി ടെല്ലിങ് എന്ന് ലോകത്തിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുത്ത് ഒരു സാധനം തന്നെയാണ് ഡീമൺ സ്ലെയർ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന പല ആനിമകളുടെയും അതിൻ്റെ ബൗണ്ടറീസ് പുഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈ ഒരു ആനിമെ സത്യത്തിൽ അതിനകത്ത് ഒരു വലിയ പാർട്ട് വഹിച്ചിട്ടുണ്ടെന്നുള്ളത്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ ആനിമെ കാണുന്നയാൾ. അപ്പം എല്ലാവരും പറയും കാർട്ടൂൺ കാണുന്ന ആളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു. ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി ആരുമായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇന്നത്തെ കാലഘട്ടം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത്
ഒരു ഫ്രണ്ട് ഗ്രൂപ്പ് എടുത്തതിൽ അതിനകത്ത് 1-2 പേരേ ഉള്ളൂ ഒരു ആനിമെ കാണാത്തയാളെന്ന് പറയുന്നത്, ബാക്കി എല്ലാവരും കാണുന്നവരാ. ഈ ഒരു ചേഞ്ച്, ഈ ഒരു ട്രാൻസിഷൻ കൊണ്ടുവരാൻ പല ആനിമയും സഹായിച്ചിട്ടുണ്ട്. അതിനകത്ത് വൺ ഓഫ് ദ മോസ്റ്റ് ബിഗ്ഗസ്റ്റ് പ്ലെയർ ആണ് ഡീമൺ സ്ലേയർ എന്ന് പറയുന്നത്. ഡീമൺ സ്ലേയറിന്റെ മുഗിൻ ട്രെയിൻ എന്ന് പറയുന്ന ഫിലിം സത്യത്തിൽ ഇറ്റ് ബ്രേക്ക് ഓൾ ദ റെക്കോർഡ്സ്. അതായത് ബോക്സ് ഓഫീസ് റെക്കോർഡ്സ് എല്ലാം അട്ടിമറിച്ച് വേൾഡിൽ തന്നെ ഹയസ്റ്റ് ഗ്രോസിംഗ് ആനിമേറ്റഡ് ഫിലിമായിട്ട് മാറാൻ കഴിഞ്ഞുവെങ്കിൽ ചിന്തിച്ചു അതിന്റെ ഇമ്പാക്ട് എന്താണ്. ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾ ചോദിക്കുകയാണ്, അപ്പോൾ ഡീമൺ സ്ലേയർ ആണല്ലേ ദി പെർഫെക്റ്റ് ആനിമെ എന്ന് ചോദിച്ചാൽ നോട്ട് ക്വൈറ്റ്. ഡീമൺ സ്ലേയർ ഈസ് വൺ ഓഫ് ദി ഗ്രേറ്റ് ആനിമേസ് ഫോർ ഷുവർ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദ ബെസ്റ്റ്. നമുക്ക് നിങ്ങളൊരു ആനിമയിലേക്ക് പുതിയതായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ ഒബ്വിയസ്ലി യെസ് ഐ വിൽ റെക്കമെൻഡ് ഡീമൺ സ്ലേയർ, ബിക്കോസ് നമ്മുടെ അറ്റൻഷനെ പിടിച്ചിരുത്തി അവിടെ നിന്നും നമുക്ക് ആ ഒരു ആവശ്യമായിട്ട് ഓരോ സീക്വൻസിലും ആവശ്യമായിട്ടുള്ള ആ ഒരു ഹിറ്റ് തരാൻ കഴിയുന്ന ഒരു സീരീസ് ആണ് ഡീമൺ സ്ലേയർ. ബട്ട് വെൻ കംസ് ടു ബെസ്റ്റ് ദർ ഈസ് എ ലോട്ട് മോർ. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്നെ പോലെ നിങ്ങൾ ഡീമൺ സ്ലേയർ വളരെയധികം ഒബ്സസ്ഡ് ആയ ആൾക്കാരും അല്ലെങ്കിൽ കണ്ടിട്ടുള്ളവരാണെങ്കിൽ പ്ലീസ് കമൻറ്റ് വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് മൊമെൻറ്റ് ഓഫ് ദ എൻറ്റയർ സീരീസ്. ഇതുപോലത്തെ കണ്ടന്റൊക്കെ ഇഷ്ടപ്പെടുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ്. എല്ലാ ചൊവ്വാഴ്ചയും ഇതേപോലെ തന്നെ കുറച്ച് ഐറ്റംസുമായിട്ട് വരാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ, ലെറ്റ് ഇറ്റ് ബി ആനിമെ, മൂവി, TV സീരീസ് എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ആഡ് ചെയ്യുക. ഉറപ്പായിട്ടും അത് നോക്കുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ശരി, ബൈ.